ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് ഫെദർ. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്, നമുക്ക് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ് പുറത്തെല്ലാം ഒന്ന് നിന്നതിന് ശേഷം പാചകം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനാണ്. അപ്പം സമയം 9 മണി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്, 6 ഡിഗ്രിയോട്ട് അടുപ്പിച്ചിട്ടുണ്ട്. സോ വിൻ്റർ ഈസ് കമ്മിങ്. അപ്പം നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഡ്രൈ പാസ്ത എടുത്തിട്ടുണ്ട്. ടെസ്കോയിൽ നിന്നാണ് നമ്മളിത് മേടിച്ചേക്കുന്നത്, നാട്ടിലെ ലുലു ഒക്കെ പോലെ തന്നെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയാണ്, അതായത് ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, തക്കാളി, പിന്നെ കൂടുതലും സവാള ഇവിടെ കിട്ടുന്നത് വെള്ള സവാളയാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. ഈ മുളക് നമുക്ക് കിട്ടിയത് ഇവിടെ അടുത്തുള്ളൊരു കേരള സ്റ്റോർ ഉണ്ട്, അവിടെ പോയി സാധനം മേടിക്കുമ്പോഴാണ് നമുക്ക് മുളകൊക്കെ എടുക്കാൻ പറ്റുന്നത്, അല്ലാതെ ടെസ്കോയിലൊന്നും നമുക്ക് മുളക് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ദെൻ നമ്മളിതെല്ലാം അരിഞ്ഞിനി മസാലയാക്കും. ആ ഒരു ടൈമിലത്തേക്ക് നമ്മുടെ പാസ്ത നന്നായി വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ മാക്സിമം അതിനകത്തൊക്കെ പോകും. അതായത് മാഗി, മുസ്ലി, ഓട്സ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അവിലൂസ് പൊടി അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നാൾ അതിനകത്ത് പോയതിന് ശേഷം പതുക്കെ കൊണ്ട് പാചകം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പച്ചക്കറി ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ അരിഞ്ഞ് കിട്ടിയ ഐറ്റംസ് എല്ലാം വെച്ചുകൊണ്ട് ഇനി മസാല കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഈ പാസ്ത വെന്തിരിക്കുന്നത് നേരെ മസാലയിലോട്ട് ഇടുക, അതിനകത്തോട്ട് കുറച്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുക, ചൂടാക്കുക, പിന്നെ കുറച്ച് ചീസ് കൂടെ അരിഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്ത റെഡിയാവും. അപ്പോൾ പുറത്തോട്ടൊക്കെ പോകാൻ നിൽക്കുന്നവർ മാക്സിമം കുറച്ച് പാചകമൊക്കെ, അത്യാവശ്യം കുറച്ച് പാചകമൊക്കെ പഠിച്ച് വയ്ക്കുക, കാരണം എന്നാലേ നമുക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇതിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഈ വീഡിയോസിൽ മറ്റുള്ള വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വരെ സൈനിങ് ഓഫ് യുണീക്ക് ഫെദർ.